ശരി, ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. അദ്ദേഹം ധനേഷ് ബഹ്റൈനിലല്ലേ ഉള്ളത്? അതെ അതെ. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് ഇന്ന് ആദ്യത്തെ ദിവസത്തെ ആ സമാന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിത് ബഹറിലുള്ള മലയാളികളായാലും അല്ലെങ്കിൽ ബഹറിനി കമ്മ്യൂണിറ്റി ആയാലും മറ്റു രാജ്യക്കാരൊക്കെ ആണെങ്കിൽ തന്നെയും അവര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അല്പം പരിഭ്രാന്തി വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് നമ്മൾ ഡൈജസ്റ്റ് ആയിരിക്കുകയാണ് ആളുകൾ. അപ്പൊ അത് പിന്നെ ഗവൺമെന്റ് തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ അവരവരുടെ സ്പേസിൽ ഒതുങ്ങി ജീവിച്ച് മുമ്പോട്ട് പോകണം. ഒരു കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പ്രിക്കോഷൻ എടുത്ത് ശരിക്കും ആ ഒരു ലെവലിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അക്രമങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ്. മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ കൂടി പല സ്ഥലങ്ങളിലും മിസൈൽ പതിക്കുകയും ഈവൻ ബഹ്റിൽ ഒരു മരണം വരെ ഏഷ്യൻ പൗരന്റെ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ബഹ്റിലെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അല്ലേ? അങ്ങനെയില്ല. നമുക്ക് അവശ്യ സാധനങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തു പോകാം. ഇപ്പം എമർജൻസി സർവീസുകളുണ്ട്, അത് നമുക്ക് നിർത്തി വെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാക്കി പല ജോലികളിലും നിർത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആളുകളുണ്ട് റോഡിൽ, ഇപ്പോഴും ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മുമ്പിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ഈ ആദ്യത്തെ ദിവസം താങ്കൾ പറഞ്ഞു ആദ്യത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ പക്ഷേ സർക്കാർ കൃത്യമായിട്ട് ഇടപെടും. ഈ പറയുന്ന മിസൈലുകൾ എത്ര വന്നാലും അതിനെ നിർവീര്യമാക്കുവാനുള്ള സംവിധാനമുണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടല്ലോ നമുക്കൊക്കെ, ഒരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് ഇതിനെ ഫേസ് ചെയ്യാണല്ലോ. പ്രത്യേകിച്ച് മലയാളികളൊക്കെ പറയുന്നത് നമ്മൾ ഈ യുദ്ധത്തിനെ കാണാത്ത ഒരു ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ അടുത്ത് വളരെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ബെഹർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുടെ പകുതി മാത്രമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് എവിടെ മിസൈൽ പതിച്ചാലും ചുറ്റുമുള്ള ഒരു 5-6 കിലോമീറ്ററിൽ ഷേക്ക് ഉണ്ടാവുകയും അവരുടെ വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഡേഞ്ചറസ് സ്ഥലങ്ങളിൽ നിന്ന് മലയാളി സമൂഹം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മൾ ഡൈജസ്റ്റ് ആയി അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസുകളൊക്കെ ഈ പഴയതുപോലെ ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? വർക്ക് അറ്റ് ഹോം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ അല്ലേ? ചില സെക്ടറുകൾ മാത്രം വർക്ക് അറ്റ് ഹോം, റിമോട്ട് ജോലികളിലൊക്കെയാണ്. പക്ഷെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നമുള്ളത് ഈ വിമാന സർവീസുകൾ ഇല്ല എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയ പ്രശ്നമാണ്. കാരണം ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്, വലിയ നാട്ടിലുള്ള ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ശരി, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ എങ്ങനെ കാണുന്നു? ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാകാനാണ് സാധ്യതയുള്ളത്? എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് ഇസ്രയേലിനൊപ്പം ചേർന്ന്? മറ്റൊരു കാര്യം, നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുകയാണ്. ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തെക്കുറിച്ച് വരുന്നില്ല. അതിൽ നിഷേധിക്കുന്നുമില്ലല്ലോ ഇതുവരെ ഇസ്രയേൽ. മഞ്ജുഷ്, സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് യുദ്ധം തുടങ്ങി 57 മണിക്കൂർ പിന്നിടുമ്പം ഇവിടെ നിന്നുള്ള ഒരു എക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. അതാണ്. അപ്പം എല്ലാവരും ചോദിച്ചു എന്താണ് റീസൺ ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊരു കാതലായ തീരുമാനം എടുക്കാനായിട്ട്, പലരും പറഞ്ഞൊരു ഡിസ്ട്രക്റ്റീവ് തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ തന്നെ അമേരിക്ക ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആൻസർ ആണ് ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. നിങ്ങൾ എന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചു എന്നുള്ള ഇതാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പൊ ഒരു കഴിഞ്ഞ 6 മാസത്തെ ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 79 തൊട്ടുള്ള ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു കഴിഞ്ഞ 40, 50 അല്ല 45 വർഷമായിട്ട് അമേരിക്കൻ അസറ്റുകളെ പല രീതിയിൽ പല ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്യും ഇറാൻ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയുടെ ഒരു കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അപ്പം അതുകൊണ്ടിട്ട് തന്നെ സ്ട്രാറ്റജിക്കലി ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതിന് 3 റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ അയത്തുള്ള ഖമേനി അവരുടെ സുപ്രീം ലീഡറെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ളതെല്ലാം കംപ്ലീറ്റ് ഡിസാർമമെന്റ് ചെയ്യുക എന്നുള്ള, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള 3 പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പാസ്റ്റ് സ്പീക്ക് നൗ പീറ്റ് ഹെക്സർ ഡിഫൻസ് മിനിസ്റ്റർ, ഇപ്പം മിനിസ്റ്റർ ഓഫ് വാർ ബൈ ദ വേ, ഈ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് റെജീം ചേഞ്ച് ഈസ് നോ മോർ അമേരിക്കയുടെ ഒരു പ്ലാനിലില്ല, പദ്ധതിയിലില്ല, ഒബ്ജക്റ്റീവിൽ ഇല്ല എന്നാണ് ക്ലെയിം ചെയ്തത്. കാരണം ഇവിടെ നിന്നുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ജോലി ലോക പോലീസ് അല്ല, ലോകത്തിലുള്ള എല്ലാ റെജിമിനെയും മാറ്റിമറിക്കുക എന്നുള്ള അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈനിൽ പോകുന്ന അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി
അത് ഒരു ഒബ്ജക്റ്റീവ് നേരത്തെ ഉണ്ടായിരുന്നോ, അത് നമ്മൾ ചർച്ച ചെയ്ത് മാത്രമാണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏതായാലും അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ തന്നെ ആഭ്യന്തരമായിട്ട് അല്ലല്ല, ഖമേനിയുടെ പിന്തുടർച്ചക്കാർ വരുന്നതിനെയും അമേരിക്ക അനുകൂലിക്കുന്നുണ്ടാവില്ലല്ലോ. ഇവിടെ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിച്ചതും ഈ 3 ഒബ്ജക്റ്റീവും പെർഫെക്റ്റ് ആണ്. ഈ 3 ഒബ്ജക്റ്റീവ്, അതായത് റെജീം ചേഞ്ച് വേണം, അവിടെയുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇവർ റിപ്പീറ്റഡ്ലി ഇവിടുന്ന് പറയുന്നത് റെജീം ചേഞ്ച് അല്ല, അതോടൊപ്പം ആഹ്വാനം ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് യുവർ മൂവ്മെന്റ്, ഗ്രാബ് ഇറ്റ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇറാനിയൻ ജനത വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു മൂവ്മെന്റ് ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഈ ഒരു മൂവ്മെന്റ് പാവ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ലേ? പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ലേ? അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു ഇറാനിൽ. ബദൽ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, അമേരിക്കയുടെ പാവ സർക്കാർ എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, നമുക്ക് വ്യക്തമാണത്. അപ്പോൾ എന്തായാലും ഈ ഷാ ഭരണകൂടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായിട്ടും. അമേരിക്ക അങ്ങനെ ഒരു ക്ലെയിം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പിൻഗാമി വെച്ചിട്ടും അതിനെ അമേരിക്ക അംഗീകരിക്കുന്നില്ലല്ലോ എന്തായാലും. മഞ്ജുഷ, അതിലെ ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. എന്താണ് ബദൽ എന്നുള്ള കാര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ വെളിയിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ 57 മണിക്കൂറിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രസ് ബ്രീഫ് ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോയിന്റ് കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യുദ്ധം വരുമ്പം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ആർട്ടിക്കിൾ 1 അനുസരിച്ചിട്ട് എന്താ പറഞ്ഞത്, US കോൺഗ്രസ് ആണ് ഒരു എക്സ്റ്റേണൽ വാറിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതില്ലാതെ ട്രംപ് പോയത് കാരണം ട്രംപിന് ഇവിടെ ഇന്റേണൽ ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് അവർ മറികടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 2 എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മറുപക്ഷവും വാദിക്കുന്നു. അപ്പൊ അതിൽ ഏതാണ് വിജയിക്കുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു പോയിന്റ് കൃത്യമാണ്. കാരണം അമേരിക്കൻ ലൈഫ്, അതായത് അമേരിക്കൻ സോൾജേഴ്സിന്റെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആര് പറയും? അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയേണ്ടി വരും. അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അതനുസരിച്ചിട്ട് അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇന്നലെ അത് 3 ആയിരുന്നെങ്കിൽ ഇന്ന് 4 പേരായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക ഒരു വിജയം എന്താ പറയുന്നത്, 4 ലൈഫ് പോയപ്പം തോറ്റു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയപ്പം മിലിറ്ററിലി അമേരിക്ക വിജയിച്ചിരുന്നു. എന്നാൽ മോറലി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇറാന് ഒരു പക്ഷേ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് അമേരിക്ക ആക്രമിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു, ജൂണിൽ പോയി സ്ട്രൈക്ക് ചെയ്ത് എല്ലാ ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ കാര്യങ്ങളെല്ലാം അടിച്ചു പൊടിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ പോയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന് മറ്റു രാഷ്ട്രങ്ങളിലെ അയൽ രാജ്യങ്ങളിലൊന്നും ആക്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ഹിസ്റ്ററിയും, മറ്റ് ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല എന്നുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 57 മണിക്കൂർ കഴിയുമ്പം ആ ഒരു സ്ഥിതിഗതികൾ മാറി. അമേരിക്ക മിലിറ്ററി മാത്രമല്ല വിജയിക്കുന്നത്, മോറലിയും ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. കാരണം ഒന്ന്, സുപ്രീം ലീഡർ അവിടെ നിന്ന് ഇല്ലാതായി. ഒന്ന്, രണ്ടാമത്തേത് സ്ട്രാറ്റജിക്കലിയും വിജയിക്കുകയാണ്. കാരണം 12 രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നുള്ള മിസൈൽ ഇറാൻ വിട്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ തന്നെ എല്ലാ സറൗണ്ടിങ് നൈബേഴ്സിനെയും പിണക്കുകയാണ് സമൂഹ അദർബൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടും അക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ രഘുനാഥ്, താങ്കൾ ഈ വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പക്ഷെ അവിടെ ഒരു ഭരണകൂടം മാറുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഈ ഒരു പുതിയ പ്രസ്താവനയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.